കാരേജ് വേ എന്ന് പറയുന്ന വാഹനങ്ങൾ സ്പീഡിൽ പോകാനുള്ള ഒരു റോഡിന്റെ വശമാണ്. അതേസമയം ടൂ വീലർ പതുക്കെ പോകുന്ന ടൂ വീലർ ഉണ്ടെങ്കിൽ അവർക്ക് റോഡിൽ നിന്ന് മാറി പാർക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്താം. ഈ റോഡിന്റെ നടുവിലുള്ള കാരേജ് വേ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവായിട്ട് ട്രാഫിക് പോകാനുള്ള സ്ഥലമാണ്. അത് വേഗത കൂട്ടിപ്പോകുന്ന വാഹനങ്ങളുണ്ട്. കാര്യം ഇപ്പൊ തന്നെ ഈ സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നത് നല്ല വേഗത്തിൽ പോകാൻ അതിന് എഞ്ചിൻ കരുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ന്യൂനത എന്ന് ഞാൻ പറയുന്നത് അതിന്റെയൊക്കെ പിന്നിലെ ടയറ് ഈ ഒരു തരം കോഴിമുട്ടയുടെ പുറത്ത് വര പോലെയുള്ളതാണ്. അത് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു വി ഷേപ്പിലെ ടയറാണ് പിന്നിലുള്ളത്. അതെന്തിനാ വെച്ചാൽ റേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചരിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഈ വി ഷേപ്പ് ടയർ ഉള്ളത്. അതേസമയം നമ്മുടെ നാട്ടിലെ സേഫ് ആയിട്ടുള്ള ബൈക്കുകൾ, അതായത് കമ്മ്യൂട്ടർ ബൈക്കുകൾ, ഈവൻ ബുള്ളറ്റ്, സ്പ്ലെൻഡർ, അതിന്റെയൊക്കെ പിന്നിലെ ടയർ യു ഷേപ്പിലുള്ളതാണ്. അതിന് ധാരാളം കട്ടയുണ്ടാവും. ബ്രേക്ക് ചവിട്ടിയാൽ അവിടെ നിൽക്കും. മറ്റേതാണെങ്കിൽ ഈ കൂടുതൽ ഗ്രൂസ് ഇല്ലാത്തത് മൂലം കോഴിമുട്ട ഷേപ്പിൽ, അതായത് യു ഷേപ്പ് അല്ല, അതിന് വി ഷേപ്പ് എന്നാ പറയുന്നത്. വി ഷേപ്പ് ടയറുള്ള വണ്ടികൾ വാങ്ങരുത്. അത് നമ്മുടെ നാട്ടിൽ ഗ്രിപ്പ് കിട്ടത്തില്ല, ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കില്ല. പിന്നെ BM&AC റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്സിലറേഷൻ കൂട്ടാൻ വേണ്ടിയാണ്. ഏറ്റവും വില കൂടിയ റോഡുകളാണ് അത്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാലും അത് സ്കിഡ് ചെയ്യും, ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. എത്ര എമർജൻസി ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി നമ്മളെയും വലിച്ചോണ്ട് പോകും. അപ്പോ നമ്മുടെ നാടിന് അനുയോജ്യമല്ലാത്ത റോഡുകളും നമ്മുടെ നാടിന് അനുയോജ്യമല്ലാത്ത മോട്ടോർ സൈക്കിളുകളും വാഹനത്തിന്റെ ടയറും ഒക്കെയാണ് ഈ അപകടം. കൂടാതെ നമ്മുടെ നാട്ടുകാർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ എവിടെയൊക്കെ നിന്ന് വർത്താനം പറയുന്നത്. കാരേജ് വേയിലേക്ക് ഒരിക്കലും നിൽക്കരുത്, അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാവും. അതാണ് ഇപ്പൊ രണ്ടാമത്തെ ഒരു വാർത്ത കോഴിക്കോട് നിന്ന് തന്നെ ഉള്ളതാണ്. അത് ഈ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നിടയിൽ ഒരു വണ്ടി വന്ന് ഇടിക്കുന്ന, ഒരു ഗുഡ്സ് വാഹനം വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ ഇടയ്ക്കാണ് ഈ സീബ്ര ലൈനിലൂടെ പോകുന്ന അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കർശനമാക്കിയിരുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ വണ്ടി പെട്ടെന്ന് ഒരു സ്പീഡിൽ വരുമ്പോൾ ഒരു പക്ഷേ നിർത്താൻ കഴിയാത്തതും ഒരു കാരണമായിരിക്കും. എന്നാലും ഈ സീബ്ര ക്രോസിങ്ങിലൂടെ ഒരാൾ പോകുന്ന കാണുമ്പോൾ വണ്ടി നിർത്തണം എന്നുള്ളത് തന്നെയല്ലേ നിയമം? തീർച്ചയായിട്ടും. കാര്യം ഈ നമ്മുടെ സ്റ്റേറ്റില് 4000-ൽ പരം റോഡ് അപകട മരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ 1/3 കാൽനടക്കാരാണ്. അവർക്ക് സീബ്ര ലൈനിൽ യാതൊരു പരിരക്ഷയുമില്ല. പ്രത്യേകിച്ച് ഈ പിക്കപ്പ് മാതിരിയുള്ള വാഹനങ്ങൾ ആംബുലൻസിനേക്കാൾ വേഗത്തിലാണ് പോകുന്നത്. ചീറിപ്പായുകയാണ് നിങ്ങളിപ്പോ എവിടെ നോക്കിയാലും. കാര്യം ആ ഡ്രൈവർക്കും വാഹനത്തിനും റോഡ് സുരക്ഷയെ പറ്റി ബേസിക് നോളജ് ഇല്ല. പിന്നെ കാൽനടക്കാർ ശ്രദ്ധിക്കേണ്ടത് റോഡിന്റെ ഇരുവശവും നോക്കണം. കാര്യം നമ്മുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പേ വണ്ടി വന്നു കഴിഞ്ഞു. അതാണ് ഇപ്പൊ ആ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. കാൽനട ചെയ്യുന്ന ആള്, കാൽനടക്കാരൻ അല്ലെങ്കിൽ കാൽനടക്കാരി, റോഡിൽ അവന്റെ ഒരു ആധിപത്യം എന്ന് വെച്ചാൽ കാൽനടക്കാർക്ക് സീബ്ര ലൈനിൽ അവകാശമുണ്ട്, എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ വാഹനം ഓടിക്കുന്നവർ ഇതൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ പലയിടത്തും സീബ്ര ലൈൻ ദൂരെ കൂട്ടി കാണാൻ പറ്റില്ല. അങ്ങനെയും വിഷയമുണ്ട്. അവിടെയൊക്കെ വാർണിംഗ് ബ്ലിങ്കറുകൾ സ്ഥാപിക്കണം. സ്കൂൾ പരിസരമാണെങ്കിൽ പിന്നെ വാർണിംഗ് സൈൻ ബോർഡ് വെക്കണം. കൂടാതെ ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഈ സീബ്ര ലൈനിൽ ഒരു കാൽനടക്കാരിയോ കാൽനടക്കാരനെയോ വണ്ടി ഇടിച്ച് കൊന്നാൽ അവന് അറ്റംപ്റ്റ് ടു മർഡർ, അതായത് കൊലപാതക ശ്രമത്തിനുള്ള കേസെടുക്കണം, IPC 304. എന്നിട്ട് അവനെ റിമാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റ് ഡ്രൈവർമാർക്ക് ഒരു പാഠമാവുള്ളൂ. ഇപ്പൊ ആ കാൽനടക്കാരിയെ ഇടിച്ചു കഴിഞ്ഞിട്ട് ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ വണ്ടിയായിട്ട് ചെന്നു, ജാമ്യം എടുത്തു, പോയി, വിഷയം തീർന്നു. അങ്ങനല്ല. ഇതൊരു പാഠമാകത്തക്ക രീതിയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ മാറണം. ഈ MACT മജിസ്ട്രേറ്റന്മാർ ശ്രദ്ധിക്കണം. അവന് ജയിൽവാസം കൊടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് പേടിയുണ്ടാവുള്ളൂ. അതാണ്, ഈ നിയമങ്ങൾ ഉണ്ട്, പക്ഷെ അതൊക്കെ ലംഘിക്കപ്പെടുകയാണ്. അതിനുശേഷമുള്ള ശിക്ഷാ നടപടികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ വീണ്ടും വീണ്ടും ഈ നിയമലംഘനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. മറ്റൊരു അപകടം കൂടിയുണ്ട് കോഴിക്കോട്. ആ അപകടം ഒരു ബൈക്ക് യാത്രികനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ ലോറിയുടെ അടിയിലേക്ക് ഈ ബൈക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അത് നമ്മുടെ പ്രതിനിധി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ ബൈക്കിന്റെ പുറകിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയും അങ്ങനെ ബാലൻസ് തെറ്റി ബൈക്ക് മറിഞ്ഞ് ഈ യുവാവ് ലോറിക്ക് അടിയിലേക്ക് പോവുകയുമായിരുന്നു. അതെ അതെ, അത് മനസ്സിലാക്കുന്നത് ബുള്ളറ്റ് മാതിരിയുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു ബൈക്ക് നേരെ ചൊവ്വേ പോയാൽ അപകടം ഉണ്ടാവില്ല. കാര്യം അല്പസ്വല്പം തട്ടോ മുട്ടോ ഏറ്റാൽ തന്നെ അത് റോഡിൽ നിലനിൽക്കും. കാര്യം അത് വെയിറ്റ് ഉള്ള വാഹനമാണ്, സോളിഡാണ്.
പിന്നിൽ വന്ന് ഇടിക്കുമ്പോൾ നിയന്ത്രണം തെറ്റിപ്പോവും. കാര്യം ഒരിക്കലും ആ ബൈക്ക് ഓടിച്ച ആള് പ്രതീക്ഷിക്കുന്നില്ല വാഹനം പിന്നിൽ നിന്ന് വന്ന് ഇടിക്കുന്നുണ്ടെന്ന്. അപ്പോ ഈ പിന്നിൽ നിന്ന് വരുന്ന വാഹനം ഇടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ മാതിരി മദ്യപിച്ച് ഓടിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാതെ കയറ്റി ബൈക്കുമേ ഇടിക്കുന്നുണ്ട്. പല കാരണങ്ങൾ അതുണ്ട്. അതിന്റെ വിഷ്വൽസ് നമ്മുടെ അടുത്ത് ഇല്ലല്ലോ. എന്നാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കൽ ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ഒരുമിച്ച് ഇങ്ങനെയുള്ള പെട്രോളിംഗ് ചെയ്താൽ, റോഡിൽ പെട്രോൾ ചെയ്ത് ഇത്തരക്കാരെ പിടിക്കണം. കാര്യം ചിലരുടെ ഈ ബൈക്ക് ഓടിക്കുന്ന മിക്ക യുവാക്കളുടെയും ചെവിയിൽ ഇതുണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ ഹെൽമെറ്റിനകത്ത് കയറ്റി വെച്ച് തല ചരിച്ച് ഓടിക്കുന്ന എത്രയോ പേരെ തിരുവനന്തപുരം സിറ്റി തന്നെ നമുക്ക് കാണാം. കാര്യം അവരെ തടയാനും അവർക്ക് പിഴ ഈടാക്കാനുമുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും എൻഫോഴ്സ്മെന്റ് RTOമാര് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പോലീസ് പെട്രോളിങ്ങും കാര്യക്ഷമം അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും റോഡപകടങ്ങൾ പെരുകുന്നത്. അത് തന്നെയാണ്. എന്തായാലും ഇതിലൊക്കെ ഈ പരിക്കുകൾ ഒക്കെ സംഭവിച്ചു, മരണം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും പാലക്കാട് നടന്നൊരു അപകടത്തിൽ ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ അത് വളരെ ഗുരുതരമായ ഒരു അപകടം നടക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇരുമ്പ് പൈപ്പുകളുമായിട്ട് പോയൊരു ലോറിയാണ്. അതിലേക്ക് ഈ ബ്രേക്ക് ചവിട്ടിയപ്പോൾ ഇരുമ്പ് പൈപ്പുകൾ മുന്നിലേക്ക് വീഴുകയായിരുന്നു. അത് കൃത്യമായ രീതിയിലൊന്നും അത് കെട്ടിവലിച്ച് കൊണ്ടുപോകാത്തതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഞാൻ വിഷ്വൽ കണ്ടു. അതായത് ആ ലോറിയിൽ കയറ്റാൻ പാടില്ലാത്ത കമ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5 ടണ്ണോളം കമ്പി ഏതോ ലോഡിന്റെ മുകളിലാണ് കയറ്റിയേക്കുന്നത്. അത് അതായത് ഇതിനകത്ത് കെട്ടിവെക്കാനുള്ള യാതൊരു ശ്രമവും ആ ഡ്രൈവർ ചെയ്തില്ല. കാര്യം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ അഡീഷണൽ ആയിട്ടുള്ള ലോഡ് കിട്ടിയപ്പോൾ ഡ്രൈവർക്ക് കുറെ രൂപ കിട്ടും, അവൻ സന്തോഷവാനായിട്ട് അത് മേടിച്ച് പോക്കറ്റിൽ ഇട്ടല്ലാണ്ട് ആ ബ്രേക്ക് ചവിട്ടിയാൽ കമ്പി മുന്നോട്ട് പോകുമെന്നോ ഇത് ഡേഞ്ചറസ് പ്രൊജക്ഷൻ ഉണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിട്ടോ ഇല്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ അപകടം ഒഴിവായത്. അല്ലെങ്കിൽ റോഡിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായേനെ. അതാണ് ഏറ്റവും ഒരു അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്. ഈ ലോറിയിൽ ഈ പറഞ്ഞ പോലെ തടികൾ കൊണ്ടുപോകുന്നതും ഒക്കെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. ഇതൊക്കെ ഇതിൻ്റെ തൊട്ടുപുറകിലൊന്നും നമുക്ക് യാത്ര ചെയ്യാനേ കഴിയില്ല. കാരണം ഇത് എപ്പോഴെങ്കിലും ഇത് താഴെ വീഴുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതെ. കാര്യം ഇത് മറ്റുള്ളവരുടെ ജീവന് ഭീഷണികളും ഉണ്ടാകുന്ന രീതിയിൽ അല്പസ്വല്പം ലാഭം കിട്ടാൻ വേണ്ടി ലോറിക്കാരൊക്കെ ചെയ്യുന്ന ഒരു പണിയാണ് ഈ ഡേഞ്ചറസ് പ്രൊജക്ഷനിൽ ലോഡ് കയറ്റുക. കാര്യം അതിന്റെ റിയർ ഡെക്ക് പ്ലാറ്റ്ഫോമിന് വെളിയിലേക്ക് സൈഡിലേക്ക് ഒരിക്കലും ലോഡ് തള്ളി നിൽക്കാൻ പാടില്ല. ഈ പിന്നിലേക്ക് തള്ളി നിന്നുള്ള കുഴപ്പം, നമ്മളിപ്പോ ഒരു കാറിലോ ബൈക്കിലോ വരികയാണെങ്കിൽ ഈ മുന്നേ പോകുന്ന ലോറി സഡൻ ബ്രേക്ക് ഇട്ടാൽ നമ്മൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതുമേ പോയി ഇടിച്ച് അങ്ങനെ ഒരുപാട് മരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് പ്രൊജക്ഷൻ, ഡേഞ്ചറസ് പ്രൊജക്ഷൻ ഉണ്ടായാൽ ഈ ഡ്രൈവർക്ക് സൈഡ് വ്യൂ മിറർ കാണില്ല, പിന്നിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റില്ല. കാര്യം അതിന്റെ വിഷനൊക്കെ മറയ്ക്കുന്നുണ്ട്. പിന്നെ അത് മറിയാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഈ വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ അതിന്റെ ലഗേജ് ഡെക്കിൽ മാത്രമേ ലോഡ് കയറ്റാൻ പാടുള്ളൂ. നിയമങ്ങൾ ധാരാളം ഉണ്ട്, പക്ഷെ അത് പാലിക്കാൻ ഡ്രൈവർമാർ തയ്യാറല്ല. അത് എന്തുകൊണ്ട് തയ്യാറല്ലെന്ന് വെച്ചാൽ അവർ റോഡിലാരും പിടിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട്. പിന്നെ അഥവാ പിടിച്ചാൽ തന്നെ അല്പം കൈമടക്ക് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ ലോറിക്കാരും പിക്കപ്പുകാരും നമ്മുടെ നാട്ടിൽ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ ഒരു പരാജയം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.